ഇസ്രായേലിന്റെ മിസൈലിൽ നിന്ന് ആയത്തുള്ള ഖൊമേനി ജീവിച്ചിരിക്കുന്നത് ട്രംപിന്റെ ദയ കൊണ്ട്. ഖൊമേനിയെ തീർക്കാൻ നെതന്യാഹു ഇട്ട പദ്ധതിക്ക് തടയിട്ടത് ട്രംപിന്റെ ഇടപെടൽ. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിയിട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് തടഞ്ഞത് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഇറാന് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ സ്വത്തുക്കൾക്ക് ഏതെങ്കിലും വിധത്തിൽ ദോഷം വരുത്താനോ നാശനഷ്ടങ്ങൾ വരുത്താനോ ഇറാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പരിപൂർണ ശക്തിയോടെ ഇറാനെ US സൈന്യം ആക്രമിക്കും എന്നായിരുന്നു ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിക്കാൻ വിസമ്മതിച്ചു എന്നാണ് സൂചന. ഒരിക്കലും നടന്നിട്ടില്ലാത്ത നിരവധി തെറ്റായ സംഭാഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനെപ്പറ്റി പ്രതികരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ചെയ്യേണ്ടത് എന്തായാലും ഞങ്ങൾ ചെയ്തിരിക്കും. അമേരിക്കയ്ക്ക് എന്താണ് നല്ലത് എന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇറാനിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്ന വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇതുവരെ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 406 പേർ കൊല്ലപ്പെട്ടുവെന്നും 654ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ ഇറാൻ സർക്കാർ ഈ കണക്കുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കാണ് എല്ലാ പ്രധാന നയങ്ങളിലും അന്തിമ വാക്ക്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയും റവല്യൂഷണറി ഗാർഡിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആയത്തുള്ള അലി ഖമേനിയാണ്. 1939 ഇറാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ മഷാദിൽ ഒരു പുരോഹിത കുടുംബത്തിലാണ് ഖമേനി ജനിച്ചത്. 1979 ഇറാനിയൻ വിപ്ലവം വരെ രാജ്യത്തെ രാജകീയ ഭരണാധികാരിയായിരുന്ന ഷായ്ക്കെതിരായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു മുൻപ് അദ്ദേഹം ഒരു മതവിദ്യാഭ്യാസം നേടി. 1960കളിൽ ഖമേനി നാട് കടത്തപ്പെട്ടു. ഷായെ അട്ടിമറിച്ചതിനു ശേഷം മാത്രമാണ് വീണ്ടും ഖമേനി അധികാരത്തിൽ വന്നത്. വിപ്ലവത്തിനു ശേഷം ഉയർന്നു വന്ന നേതാവായ ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ അടുത്ത വിശ്വസ്തനായിരുന്നു അദ്ദേഹം. ഖമേനി വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെന്റിന്റെ ഉന്നതിയിലെത്തി. മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെട്ടതിനു ശേഷം എതിരില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഇറാന്റെ പ്രസിഡന്റായി മാറുകയായിരുന്നു. അതേസമയം ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ വധശ്രമത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണം നടത്തി. ടെഹ്റാനിലെ ഉന്നത സൈനിക നേതാക്കളും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലും ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള സാധ്യത ചർച്ചാ വിഷയമാണ് എന്നാണ് ഒരു ഉന്നത ഇസ്രായേലി ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. ആണവ പദ്ധതി നശിപ്പിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ലക്ഷ്യങ്ങൾ ടെല്ലവീവ് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതും ഖമേനിയെ കൊല്ലുന്നത് പരിധിക്ക് പുറത്തല്ല എന്നും റിപ്പോർട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പൊളിച്ചു മാറ്റുകയോ ഇസ്രായേൽ ടെഹ്റാന് അത് പുനഃസ്ഥാപിക്കുന്നത് അസാധ്യമാക്കുകയോ ചെയ്താൽ മാത്രമേ സംഘർഷം അവസാനിക്കൂ എന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ടെല്ലവീവ് 100 കണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തി. രാഷ്ട്രത്തിലെ നിരവധി പ്രധാന നേതാക്കളെ കൊല്ലുകയും ചെയ്തു. ഇറാനിയൻ ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട 9 മുതിർന്ന ശാസ്ത്രജ്ഞരും വിദഗ്ധരും നിരവധി ഉന്നത ജനറൽമാരും ആക്രമണങ്ങൾക്കിടയിൽ മരിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു. വെള്ളിയാഴ്ച ആരംഭിച്ച ആദ്യ ആക്രമണങ്ങളിൽ ഇറാനിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥൻ, അതിന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെയും വ്യോമസേനയുടെയും തലവൻ, ഒരു മുൻ ദേശീയ സുരക്ഷാ മേധാവി എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.